Mamma's dishwash liquid. Soft on hands. ബി.ജെ.പിക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ രാജ്യത്തൊരു സ്ഫോടനമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വർഗീയ കലാപമോ ഉണ്ടാവാറുള്ളത് ഒരു പതിവായിട്ടുള്ള രീതിയാണ്. എന്നാൽ ഹത്രാസിലെ ദളിത് പെൺകുട്ടിയുടെ വിഷയത്തിൽ ബി.ജെ.പിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ബി.ജെ.പി ആകെ പെട്ടുപോയിരിക്കുകയാണ്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് തലകുത്തി നിൽക്കുകയാണ് എന്ന് ചുരുക്കം. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹത്രാസിലെ ദളിത് പെൺകുട്ടിയുടെ പീഡനത്തെ മോശമാക്കി ചിത്രീകരിക്കാനും അങ്ങനെ ഒരു പീഡനമേ നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാനും അധികാരികളും സവർണ മേധാവികളും ശ്രമിച്ചപ്പോൾ അതിന് കൂട്ടുനിന്ന് സർക്കാർ മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ഇത് തിരിച്ചറിഞ്ഞ ജനങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ഈ സമരത്തെ അവർക്ക് വേറെ ഒരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിച്ചില്ല. അതായത് സമരം ചെയ്യുന്നത് SDP കാരാണ്, പോപ്പുലർ ഫ്രണ്ടുകാരാണ് എന്ന് പറയാൻ ഇവിടെ സാധിച്ചില്ല. മറിച്ച് ഇവിടെ സമരം ചെയ്തത് ഹിന്ദുക്കളാണ്, പാവപ്പെട്ട ദളിതരാണ്, അതുപോലെ തന്നെ നന്മയുള്ള മതേതരത്വ വിശ്വാസികളാണ്. അങ്ങനെ കൂട്ടമായി ഈ സമരം ഏറ്റെടുത്ത് പലരും മുന്നോട്ട് വന്നപ്പോൾ ബി.ജെ.പിക്ക് ഇതിൽ ഒരു വർഗീയ ചുവ കൊണ്ടുവരാൻ സാധിച്ചില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരം ചെയ്യുന്നവരിൽ കൂടുതലും ഹിന്ദുക്കൾ തന്നെയാണ്. അവിടെയാണ് യോഗിയുടെ പതനത്തിൻ്റെ ആദ്യ പടി തുടങ്ങുന്നുള്ളത്. യോഗി ആദിത്യനാഥ് തെറിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഗിക്ക് അടുത്ത പ്രാവശ്യം അധികാരം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ സാധിക്കാത്തിടത്തോളം യോഗി ആദിത്യനാഥിൻ്റെ അധികാര കസേരയ്ക്ക് ഒരു ഉറപ്പുമില്ല എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. മഹാരാഷ്ട്രയിലെ ബി.ജെ.പിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള, അതായത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ചിത്ര വാഗ് പറയുന്നത്, പ്രിയങ്കയുടെ കോളറിന് കുത്തിപ്പിടിക്കുവോളം വളർന്നോ UP പോലീസ് എന്നാണ്. അത് യോഗി ആദിത്യനാഥിനിട്ട് തന്നെ കൊടുത്തതാണ്, മറ്റാരുമല്ല, ബി.ജെ.പിയുടെ മഹാരാഷ്ട്ര സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ കോണുകളിൽ നിന്ന് തന്നെ അത്യാവശ്യം വിവരമുള്ളവർ തന്നെ യോഗിയെ എതിർത്ത് രംഗത്ത് വരുമ്പോൾ യോഗിയുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വമില്ല എന്ന് തന്നെയാണ് പറയാതെ പറയുന്നതും നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നതും. അങ്ങനെ നോക്കുമ്പോൾ യോഗി ആദിത്യനാഥിന് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വലിയ തിരിച്ചടി കാണുന്നുണ്ട്. ചിലപ്പോൾ വർഗീയ ധ്രുവീകരണത്തിലൂടെ ആ തിരിച്ചടികൾ മറികടക്കാൻ യോഗിക്ക് സാധ്യമായേക്കാം. അങ്ങനെ മറികടക്കാൻ സാധ്യമായില്ല എങ്കിൽ ഉത്തർപ്രദേശിൽ ഒരു പുതിയ മുഖ്യമന്ത്രി വരാൻ സാധ്യതയുണ്ട്. അത് പ്രിയങ്ക ഗാന്ധി ആവാനും സാധ്യതയുണ്ട്. കാരണം പ്രിയങ്ക സോൻഭദ്ര കൂട്ടക്കൊല കേസ് മുതൽ ഇങ്ങുവരെ കൃത്യമായ ഇടപെടൽ UPയിലെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് വലിയ മുന്നേറ്റം UPയിൽ ഇത്തരം ഇടപെടലുകൾ തുടർന്ന് നടത്തിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. Mamma's dishwash liquid. Soft on hands.